Prayer. Dear Allah, thank you for this new day and this opportunity to learn. Bless our teacher and friends and guide to gain knowledge and wisdom. Amen. Thank you. Sign in. Good morning, everyone. I am warmly welcome our respected mom and all my dear friends to today's online class. Let us attend the class with enthusiasm and a positive mindset. Thank you. Quote of the day. With a smile on your face, love in your heart, good thought in your mind, and you will have a wonderful day. Thank you. Good morning.
Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Prayer എല്ലാം ma'am. കഴിഞ്ഞു. Good morning, ma'am. One second. ഓക്കെ, പ്രേയർ എല്ലാം കഴിഞ്ഞു. എന്താ പറഞ്ഞത് കേട്ടില്ല. പ്രേയർ എല്ലാം കഴിഞ്ഞോ? Yes, ma'am. ഓക്കെ, 2 ബാച്ചും ജോയിൻ ആയിട്ടുണ്ടല്ലേ? എനിക്ക് ഇന്ന് ലിസ്റ്റ് കിട്ടുമോ നിങ്ങൾ എത്ര പേര് വരുന്നുള്ളത്? പ്രാക്ടിക്കൽ സെഷൻ MT13. മിസ്സേ കുറച്ച് പേരൊക്കെ പറഞ്ഞേക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ പറയാന്നാണ് ഓക്കെ, പറഞ്ഞേക്കുന്നത്. ഏറ്റവും കൺവീനിയന്റ് ഡേറ്റ് അതാണ്. അപ്പൊ നമ്പർ മാത്രം ഇനി ഒന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. മിസ്സേ അറിയിക്കാം. ഓക്കെ, ഫൈൻ. സോ നമ്മൾ എവിടെ വരെയായി? മാം, എന്നാണ് പ്രാക്ടിക്കൽ ക്ലാസ്? നമുക്ക് കഴിഞ്ഞ M12ന്റെ കുറച്ച് പിള്ളേർക്ക് അന്ന് വരാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അവര് പറയാൻ പറഞ്ഞിരുന്നു. സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പൊ ഞാൻ ഇന്നലെ ഓഫീസിൽ ചെന്നപ്പോ സാറിനോട് സംസാരിച്ചത് കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പൊ മാമിനോടും കൂടി ഞാനൊന്ന് പറയട്ടെ കേട്ടോ, പ്രസിദ്ധ മാമിനും കൂടെ നിങ്ങൾക്കും ഇൻഫർമേഷൻ തരാനായിട്ട് പറയാം. മെസ്സേജ് ഇടുണ്ടാവൂല്ലേ? സെക്കൻഡ് സാറ്റർഡേ മോസ്റ്റ് പ്രോബബ്ലി സെക്കൻഡ് സാറ്റർഡേ ആണ്. ജനുവരിയിലത്തെ 10th. അതെ, 10th. ഓക്കെ ഓക്കെ, നമുക്കപ്പോ മാം, നമുക്ക് വൈവേയും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ മാം? വർക്ക് എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ വൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രശ്നമില്ല. സോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമ്മൾ എവിടെ വരെയായി? ഫ്രീഡം ഓഫ് സ്പീച്ച് തൊട്ടാ ഇനി എടുക്കണ്ടേ മാം? ഷെയർ ചെയ്യട്ടെ കേട്ടോ. Okay, so freedom of speech, freedom to grow, freedom to love and to be loved, freedom from danger, freedom from competition, freedom from pressure. ഇത്രയും കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുകയായിരുന്നു. കുട്ടി ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ഫ്രീഡം അത് എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ പറയുകയായിരുന്നു. അപ്പൊ നമുക്കൊരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഈവൻതോ അതിന് വേണ്ടിയിട്ട് പാരന്റ്സ് പ്രിപ്പയർ ആവുന്ന സമയം തുടങ്ങിയ കുട്ടിക്ക് വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ്, കുട്ടിക്ക് വളരാൻ സഹായിക്കുന്ന എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അത് ആ കുട്ടിയുടെ റൈറ്റ്സ് തന്നെയാണ്. അപ്പൊ പാരന്റ്സ് അതുപോലെ തന്നെ മറ്റുള്ളവര് അതിന് റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നാണ് ശരിക്കും പറയുന്നത്. കാരണം അത് കുട്ടിയുടെ റൈറ്റ്സ് ആണ്. ഓക്കെ, സോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഫ്രീഡം ടു ഗ്രോ, ഇത് രണ്ടും ആരാ ഒന്ന് റീഡ് ചെയ്യാം? ഞാൻ റീഡ് ചെയ്യാം മിസ്സേ. ഫ്രീഡം ഓഫ് സ്പീച്ച്. The Montessori classroom differs from a traditional school. Children speak to each other and start activities together whenever they like. They are not forced subtly or otherwise to join in any group or to share themselves with others. When they are not ready or interested,
since they are not forced to compete with each other. Their natural desire to help others develops spontaneously. In a Montessori environment, children are expected to obey the rules of basic courtesy, which consist of not interrupting other people. Since the Montessori approach differs from that of a traditional classroom, the emphasis on it is often missed. Freedom to grow. In the Montessori classroom, children are free to grow and to construct his own mental abilities in the prepared environment. All materials in the Montessori classroom are directed towards helping the child build his inner self. സോ ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്ക് അറിയാം, ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം ആണെങ്കിൽ സംസാരിക്കരുത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ദിവസം എത്ര തവണ കേൾക്കുന്നുണ്ടാവും കുട്ടികൾ, അല്ലെ? ആരും സംസാരിക്കരുത് എന്നുള്ളത്. അപ്പൊ അവർക്ക് ശരിക്കും ഒരു ബ്രേക്ക് ടൈം ആകുമ്പോഴേക്കും അവർക്ക് ആ ഒരു ടെൻഡൻസിയാണ് അവരുടെ ഗ്രൂപ്പിലുള്ളവരുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട്. ശരിക്കും മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, മിക്സഡ് ഏജ് ആണ്, 3 തുടങ്ങി 6 years വരെയുള്ള ഏജ് ഗ്രൂപ്പ്. അപ്പൊ ഇവര് പലപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എൽഡർ സ്റ്റുഡൻസ് ആയിരിക്കും, പ്രായം കൂടിയ കുട്ടികളായിരിക്കും, ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ. തമ്മിലൊരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റിയും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അവർ തമ്മിൽ വരും. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഈവൻ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ തന്നെ അത് ഹെൽപ്പ് ചെയ്യും. വലിയ കുട്ടികളുടെ ആ ഒരു വേ ഓഫ് ടോക്കിംഗ് ചെറിയ കുട്ടികളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് ആ ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഒരു ക്ലാസ് റൂമിൽ അവർക്ക് സംസാരിക്കാനുള്ള ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ഒട്ടും പാഴാക്കില്ലല്ലേ. ആ ഒരു ബ്രേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിൽ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവുമായിരിക്കും. ആ ക്ലാസ് ടൈമിലും ഒന്നും നമുക്ക് അങ്ങനെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളൊരു പ്ലേസിൽ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഏജ് ആണ്, അവരുടെ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്, പ്രോഗ്രസ് ആവുന്ന ആ ഒരു ടൈമാണ്, നല്ലൊരു പ്രോഗ്രസ് ആകുന്ന ടൈമാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ സംസാരിക്കുന്നത് that will help to improve their language also. ഒരു ഫോഴ്സ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആണല്ലേ, നമ്മൾക്ക് ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു മാർഗവും കൂടി. പരസ്പരം നമുക്ക് വിരോധങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിയായ രീതിയിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് തുറന്ന കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരാതെ വരുമ്പോഴാണ് പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ അതല്ല ഞാൻ പറയുന്നത്, ഞാൻ പൊതുവെ കമ്മ്യൂണിക്കേഷന്റെ ഒരു പോസിറ്റീവ്നെസ് പറയുന്നത് അതാണ്. അതിപ്പോ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും തുറന്ന് സംസാരിക്കാൻ നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് ഇല്ലാന്നല്ല, പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ, നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, നമ്മളുടെ ഒരു ഇതിൽ വരുന്ന ഒരാളല്ല അവിടെ സംസാരിച്ചിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം. കുട്ടികളെ സംബന്ധിച്ച് ഇവിടെ അവര് തമ്മിൽ സംസാരിക്കാനുള്ള സ്പേസ്, ആ ഒരു ഫ്രീഡം അവർക്ക് നിറയുണ്ട്. അപ്പൊ ആ ഒരു ഫ്രീഡം കിട്ടുന്ന കാരണം അവര് തമ്മിൽ ഇഷ്യൂസ് കുറയും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിലും എനിക്കത് ഫീൽ ചെയ്തിരുന്നു. കുട്ടികൾ തമ്മിൽ യാതൊരു രീതിയിലുള്ള ഗ്രഡ്ജോ ഇന്നസെന്റ് ആണ്. പക്ഷെ നമുക്ക് സാധാരണ സ്കൂളുകളിൽ കുട്ടികൾ തമ്മിൽ ഇഷ്യൂസ് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാവരും അവർക്ക് ആ ഒരു ഫ്രീഡമാണ്, അങ്ങനെ മൂവ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. അവർക്ക് പരസ്പരം സഹായിക്കാനും ഒരാളുടെ കാര്യം മനസ്സിലാക്കാനും ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാനും ഒക്കെ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഈ ഒരു എൻവയോൺമെന്റ് ആകുമ്പോൾ. അപ്പൊ ഇവിടെ കട്സി, അവർക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അവർക്ക് ആ ഒരു റെസ്പെക്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം അവരിൽ തന്നെ ഡെവലപ്പ് ചെയ്യുവാണ്. പിന്നെ മറ്റുള്ളവരെ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല അവര് പല കാര്യങ്ങളിലും, കാരണം അവർക്ക് അതിനുള്ള സ്പേസ് ഉണ്ടല്ലോ, സംസാരിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങള് പറയാൻ വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങൾ അവർക്ക് അവിടെ ഉണ്ട്. അപ്പൊ ഒരാളെ തടഞ്ഞിട്ട് പറയേണ്ട ആവശ്യം വരില്ല. നമ്മളൊരു 40 minutes ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചർ എന്തെങ്കിലും കാര്യത്തെ പറ്റി ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറയുമ്പോൾ കൈ പോകുന്നത് ഞാൻ പറയാമെന്നും പറഞ്ഞിട്ട് കുറെ പേര് ചിലപ്പോൾ കൈ പൊക്കുമായിരിക്കും. ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച്, മുതിർന്ന ക്ലാസ്സിൽ വരുമ്പോഴാണ് നമ്മളൊന്ന് ബാക്ക് ഔട്ട് ആകുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ചിലർ ആദ്യം പറയണം, ചിലർക്കപ്പൊ പറയാൻ പറ്റാത്ത അവസരം വരുന്നു അങ്ങനെ. പക്ഷെ ഇവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല.
ചിലപ്പോൾ 2-3 പേരുടെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ടീച്ചർ ബാക്ക് ടു ക്ലാസ് ആയിരിക്കും ട്രഡീഷണൽ ക്ലാസ് റൂമിൽ. അപ്പൊ പറയാമെന്ന് ആഗ്രഹിച്ചവർക്ക് പറയാൻ പറ്റാതെ വരുന്നു. ഇവിടെ ആണെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് വരുന്നില്ല, എല്ലാവർക്കും അവസരം കിട്ടുവാണ്. നെക്സ്റ്റ്, ഫ്രീഡം ടു ഗ്രോ. മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികളുടെ ഡെവലപ്മെന്റും അവരുടെ എല്ലാത്തിനും വളരെ അവരെ പോസിറ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവരുടെ മെന്റൽ എബിലിറ്റി, ആ ഒരു മെന്റൽ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ പറഞ്ഞു, എല്ലാ സ്റ്റേജസിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളുടെ തോട്ട് പ്രോസസ്, നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, തേർഡായിട്ട് വരുന്നത് നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തികൾ. അല്ലെ, ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. കുട്ടികളുടെ കേസിൽ അവരുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ആ അതിന് പറ്റിയൊരു എൻവയോൺമെന്റ്, അവരുടെ ഈ മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻവയോൺമെന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് അവിടെ ഗ്രോത്ത് തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു ഫ്രീഡം അവർക്ക് അവിടെ ഉണ്ട്. അതിന് പറ്റുന്ന രീതിയിലാണ് അവിടെയുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ ആ ഒരു ഇന്നർ ബിൽഡ് ചെയ്യാനായിട്ട്, നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇന്നർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കുട്ടികൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് യൂസ് ചെയ്യാനുള്ള ഫ്രീഡവും അവർക്കുണ്ട്. നെക്സ്റ്റ്, ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡും ഫ്രീഡം ഫ്രം ഡേഞ്ചർ. ഇത് രണ്ടും ആരെങ്കിലും വായിക്കാൻ പറ്റും? നെക്സ്റ്റ് 2 എണ്ണം ഉണ്ട്. അത് 2 പേര് മുന്നോട്ട് വന്നില്ലേ, ഒരാൾ അത് വായിക്കുക, ഒരാൾ പ്ലീസ്. Freedom to love and to be loved. Children have the right to love and be loved unconditionally. When the children sense that they are unvarying and unquestionably loved, valued and respected just for being himself, they too will find in themselves the capacity to love others in the same way. Freedom from danger. The child has the right to grow in danger. Safety has been strengthened through activities of practical life. Children are imparted knowledge through systematic training in practical life skills, such as deal with the objects in the correct way, which would be probably dangerous. The teacher must be needful to watch for guide against any emotional and spiritual damage that treated the child. ആരെങ്കിലും ഈ പോർഷൻസ് ലീഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് ലീഡ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? You wish you can. വരില്ല. ഓക്കെ, ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. കുട്ടികൾക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു പോസിറ്റീവ് ന്യൂട്രിയൻസ് ആണ് ലവ്, അഫെക്ഷൻ, കെയറിങ്. അല്ലെ, നമ്മള് എറിക്സന്റെ ആ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 സ്റ്റേജ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രസ്റ്റിനെ കുറിച്ച്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബർത്ത് തുടങ്ങി ഒരു 18 months, 1.5 വയസ്സ് വരെയുള്ള ടൈമിലാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എറിക്സൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും തന്നെ കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഏജ് വൈസ് തന്നെയാണ് പറഞ്ഞത്. സിമിലർലി എറിക്സണും അങ്ങനെ തന്നെ പറഞ്ഞു. ഒരു ബർത്ത് തുടങ്ങിയിട്ട് 18 months, 1.5 വയസ്സ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, അടുത്ത കുട്ടികളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ ആ ഒരു സമയത്ത് ജനിച്ച ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കത് അറിയാം, നമ്മൾ പറഞ്ഞു ഇൻ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ നമ്മളത് പറഞ്ഞു. അവർ ഇൻകേപ്പബിൾ ആണ്. അനിമൽ ബേബീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവരെ കൊണ്ട് തലയെ ഒന്ന് ടിൽറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എല്ലാത്തിനും ആ ടൈമിൽ സപ്പോർട്ട് വേണം. അപ്പൊ കുട്ടിയെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന കെയർ ഗിവേഴ്സ്, അമ്മയായിരിക്കാം അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ്, നമുക്ക് ജനറലി പറയാം കെയർ ഗിവേഴ്സ്. അപ്പൊ കെയർ ഗിവേഴ്സ് ആണ് കുട്ടിക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡാണെങ്കിലും ഫീഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ആണ് നടക്കുന്നതെങ്കിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് അത് തന്നെയാണ്. അല്ലെ, ആ ജനിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേ കുട്ടി അമ്മയെ തിരിച്ചറിയുകയാണ്. അമ്മയുടെ ചൂട്, അമ്മയുടെ മണം, ശബ്ദം വരെയും അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ അത് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഈ കുട്ടി ഏറ്റവും സെക്യൂർ ആയിട്ടൊരു കംഫർട്ട് ഫീല് ഈ അമ്മയുടെ കയ്യിലായിരിക്കും. കാരണം അമ്മ സമയത്ത് കുട്ടിയെ ഫീഡ് ചെയ്യുന്നു, കുട്ടിയെ ഉറക്കുന്നു, കുട്ടിയെ ക്ലീൻ ചെയ്യുന്നു,
ഡ്രസ്സ് മാറ്റിക്കുന്നു, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കുട്ടിക്ക് എന്തെല്ലാം വേണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ അമ്മയായിരിക്കും. അപ്പോ ആ ഒരു ലവ് അഫെക്ഷൻ കിട്ടുമ്പോൾ അമ്മയും കുഞ്ഞും തമ്മിൽ, അല്ലെങ്കിൽ കെയർ ഗിവർ ഓവർടീസ് തമ്മിലൊരു ബോണ്ടിങ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാണ്. ആ ഒരു ഫസ്റ്റ് സ്റ്റേജിന്റെ റിഫ്ലക്ഷൻസ് ആണ് അടുത്ത സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ. ഈ ഒരു ട്രസ്റ്റ് ആ കെയർ ഗിവറുമായിട്ട് ഫോം ചെയ്യുമ്പോൾ അത് ത്രൂ ഔട്ട് ലൈഫ് ആ ഒരു ബന്ധം ആ കെയർ ഗിവറുമായിട്ട് കുട്ടിക്ക് ഉണ്ടാവും. അത് ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവല് കൂട്ടും. അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ കുട്ടി ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നു, കാര്യങ്ങൾ മുൻപിൽ നിന്ന് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ 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 ലൈഫിന്റെ സ്പാൻ തീരാറാകുമ്പോഴേക്കും ഉള്ള ഓരോരോ സ്റ്റേജ് നമ്മൾ പറയുന്നുണ്ട്. 8ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു 65 years ആ ഒരു ലൈഫ് ഓൾമോസ്റ്റ് ആ ഒരു ലൈഫ് സ്പാൻ സാറ്റിസ്ഫൈ ആയിട്ട് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ആകണമെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങിയിട്ട് അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം. അതേസമയം കുട്ടിക്ക് അങ്ങനെ ഒരു കെയർ ഗിവറുടെ ലവ് അഫെക്ഷൻ കെയറിങ് ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു, സമയത്ത് ഫീഡിങ് ഇല്ല, സമയത്ത് കുളിപ്പിക്കുന്നില്ല, ക്ലീൻ ആക്കുന്നില്ല, സമയത്ത് ഉറക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കുട്ടിക്ക് ഒരു മിസ്ട്രസ്റ്റ് ആയിരിക്കും, ഒരു വിശ്വാസമില്ലായ്മ, അവിടെ ഒരു ബോണ്ടിങ് ഇല്ല ആരുമായിട്ട്. അങ്ങനെ വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നെക്സ്റ്റ് സ്റ്റേജസിലെല്ലാം കുട്ടിയെ ബാധിക്കും. കുട്ടി ഇൻഫീരിയർ ആകും, വിത്ഡ്രോ ചെയ്യും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ അത് അറിഞ്ഞതാണ്. ആ സ്റ്റേജസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടി പലതിൽ നിന്നും ഇൻഫീരിയർ ആകും, വിത്ഡ്രോ ആകും, കൺഫ്യൂഷൻസ് വരും, കുട്ടി ഷെയിം ആകും. പലപ്പോഴും പരാജയം, ആ ഒരു ഫെയിലിയർ എന്നുള്ള രീതിയിൽ കുട്ടിക്ക് എപ്പോഴും ഒരു ഷെയിം, അങ്ങനെ കാര്യങ്ങൾ പറയാൻ ഷെയർ ചെയ്യാൻ ആരില്ല. അത് അതുകൊണ്ട് എല്ലാ സ്റ്റേജസിലും കുട്ടിയുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ ഇവരുടെ റൈറ്റ് തന്നെയാണ് അവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. അവർക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവർ മറ്റുള്ളവരോട് തിരിച്ച് ആ ഒരു സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നത്, അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഒരു സ്നേഹം നമ്മളൊരു ഉച്ചക്കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ലാളിക്കുമ്പോൾ തിരിച്ചത് നമ്മളെ വന്നിങ്ങനെ നമ്മളെ ഉരുമി നിന്ന് നക്കൊക്കെ ചെയ്യും. എന്ത് കൊടുക്കുന്നു തിരിച്ചതുപോലെ കിട്ടുന്ന ഒരു രീതി. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യം. അവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തിരിച്ചും അതുപോലെ തന്നെ കുഞ്ഞുങ്ങള് അവർക്കറിയാം അവരോട് കാണിക്കുന്ന എന്താണോ അത് തന്നെ അവര് തിരിച്ച് കാണിക്കാനായിട്ട് തോന്നും. അപ്പൊ അത് അൺകണ്ടീഷണലി ആയിരിക്കണം, കണ്ടീഷൻസ് വെച്ചിട്ടൊന്നുമല്ല. അപ്പൊ പ്രകടിപ്പിക്കാത്ത ഒരു സ്നേഹം അത് ശരിക്കും ചില പാരന്റ്സില് ചിലപ്പോ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കുട്ടി മോശമായി പോകുമെന്ന് വിചാരിച്ച ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടിയെ പേടിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ വളർത്തും. പക്ഷെ സമയത്ത് കുട്ടിക്ക് കിട്ടാത്ത ഒരു സ്നേഹം കൊണ്ട് പ്രത്യേകിച്ച് വാല്യൂ ഇല്ലല്ലോ. അങ്ങനെ അൺകണ്ടീഷണലി ഓപ്പൺലി കുട്ടികളെ സ്നേഹിക്കണം എന്ന് പറയുന്നത് അത് അവരുടെ റൈറ്റ്സ് ആണ്. അങ്ങനെയാകുമ്പോൾ അവരും അതുപോലെ തന്നെ തിരിച്ച് ആ ഒരു റെസ്പെക്ട്, ആ ഒരു സ്നേഹം അവർക്കും ഉണ്ടാകും. അവർക്ക് ആ ഒരു കപ്പാസിറ്റി പൊട്ടൻഷ്യൽ കിട്ടുവാണ്. കാരണം ഇങ്ങനെ സ്നേഹിക്കണം എന്നുള്ള ആ ഒരു പൊട്ടൻഷ്യൽ അവർക്കും കിട്ടുവാണ്, ആ ഒരു കപ്പാസിറ്റി കിട്ടുവാണ്. ഞാനും ഇതുപോലെ തന്നെ എല്ലാവരോടും. അതുകൊണ്ടാണ് ചെറിയ ജീവികളോടും പെറ്റ്സിനോടും ഒക്കെ ഒരു ഭയങ്കര ഒരു കരുതൽ കാണിക്കുന്നത്. നെക്സ്റ്റ്, ഫ്രീഡം ഫ്രം ഡേഞ്ചർ. നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് പല ഫ്രീഡം കൊടുക്കണം. മോണ്ടിസോറി എൻവയോൺമെന്റ് പ്രത്യേകിച്ചും പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്നുള്ളതുണ്ട്. നമ്മുടെ കിച്ചന് സമാനമായ ഒരു ഏരിയ തന്നെയാണ്. അവിടെ കുട്ടികൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ കുക്കീസ്, ഓവനിൽ കുക്കീസ് പ്രിപ്പയർ ചെയ്യുന്നു, ഫ്ലോർ നീഡ് ചെയ്യുന്നു, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നു, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു, സാലഡ്സ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കത്തി നൈഫ് അവർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ്സ് ഡേഞ്ചർ, ശരിയാണ്, നമ്മളുടെ കൈ മുറിയാറുണ്ട്. പക്ഷെ നമുക്ക് അവർക്ക് ഒരു സെക്യൂർ ഇത് പ്രൊവൈഡ് ചെയ്യാം. പേടിപ്പിക്കാതെ നമുക്ക് കത്തി അവർക്ക് കൊടുക്കാം. ഇനീഷ്യലി ഒരു ബ്ലണ്ട് ആയിട്ടുള്ള നൈഫൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അപകടം ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കിപ്പോ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വിരലിൽ ഇങ്ങനെ ഇട്ടിട്ട് ഫിംഗർ ക്യാപ്പ് അല്ലാതെ തന്നെ വേറെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സേഫ് ആയിട്ട് മുറിക്കാനായിട്ട് അങ്ങനെയുള്ള. അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദർ, ആൾക്ക് ഗ്യാസ് 50+ ആയിട്ടോ, 55 അത്രയെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോഴും ഗ്യാസ് ഓൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ. ഗ്യാസ് തീർന്ന് വീട്ടിൽ ആരെങ്കിലും ഓൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ പുള്ളി ഓടി ഇറങ്ങി മുറ്റത്ത് നിൽക്കും. അപ്പൊ അത് ചെറുപ്പം തുടങ്ങിയുള്ള ആ ഒരു പേടി തന്നെയായിരിക്കും. ചെറിയ കുട്ടികളെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാൻ ശീലിപ്പിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരു 10 years ഒക്കെ ആവാറാകുമ്പോഴേക്കൊക്കെ 7 years 10 yearsലൊക്കെ അവർക്ക് അത് നമുക്ക് പ്രാക്ടീസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുക, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കാം. പിന്നെ ഓവൻ ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഓവൻ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ
നമ്മുടെ വീട്ടിലെ ഗ്ലാസ് യൂട്ടൻസിൽസ് ഉണ്ടാവും അല്ലെ, എല്ലാവരും ഇത് ഷെൽഫിൽ കൊണ്ടുവയ്ക്കും. കുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടും എന്നുള്ളത് കാരണം ആരും പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ശ്രദ്ധിക്കും. അവരത് വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യും. അപ്പൊ ഇതെല്ലാം ഒരു ഡേഞ്ചർ സോൺ തന്നെയാണ്. പക്ഷെ ആ ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ, പീഡിപ്പിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അവർക്ക് അതിനനുസരിച്ചൊരു ഫ്രീഡം, യു ക്യാൻ ഡു ദിസ്, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യും. ഒബ്ജക്ട്സിനെ അവർ കറക്റ്റ്. യെസ് പ്ലീസ്. എന്റെ ചെറുതിന് കുക്കറിന്റെ വിസിലടിക്കുമ്പോ ഭയങ്കര പേടിയായിരുന്നു. അപ്പം ആദ്യം കുക്കറിന്റെ വിസിൽ, കുക്കർ അടുപ്പത്ത് വെച്ചു, ഗ്യാസിന് മേലെ വെച്ചു എന്ന് കണ്ടു കഴിയുമ്പോൾ അവൾ ഓടി റൂമിൽ ഒളിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അപ്പൊ നമുക്ക് ആദ്യം അത് എന്താ ഭയങ്കര ഒരു തമാശ പോലെ നമ്മളെടുത്തു. പിന്നീട് ആയപ്പോഴത്തേനും അത് കുറച്ചും കൂടെ നമുക്ക് തോന്നിയത് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. വിസിലടിക്കുമ്പോഴത്തേനും ചെവി പൊത്തിയിരിക്കുമായിരുന്നു. പിന്നെ അവളെ ഇങ്ങനെ കൊണ്ടുവന്ന് അടുക്കളയിൽ ഇത്രയേ ഉള്ളൂ, ഇത് കണ്ട് വിസിലടിക്കുമ്പോ ഇത് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇപ്പൊ പേടിയില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്കത് ഓർമ്മ വന്നു. അതുപോലെ ഇരുട്ട് ചില സമയത്ത് ചില കുട്ടികൾക്ക് ഒരു ബാച്ചിന് ഇങ്ങനെ ഒരു ഇത് വന്നതാണ്. ഇരുട്ട് ഭയങ്കര പേടിയാണ്. ഞാൻ എന്നിട്ടൊരു അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ആദ്യം കുട്ടിയുടെ കൂടെ ഇരിക്കുക. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കില്ലേ, സൈക്കിൾ ഓടിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ബാക്കിൽ പിടിച്ചിട്ടുണ്ടെന്നൊരു കോൺഫിഡൻസ് വരുമ്പോൾ ഇവർ ഭയങ്കര സേഫ് ഫീൽ ആയിട്ട് ഇവർ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഓടിക്കും. നമ്മൾ പതുക്കെ കൈ വിടുന്നൊന്നും ഇവർ അറിയില്ല. അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഓടിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് നമുക്ക് പുറകിലില്ല. അപ്പൊ അവർക്ക് ആ കോൺഫിഡൻസ് ആയി കഴിയും. അതുപോലെ തന്നെ ഇരുട്ടിനെയും അതുപോലെ തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മോൻ പേടിയായിരുന്നു. മിക്സി ഓൺ ചെയ്യുമ്പോൾ അവൻ ഓടിപ്പോയി കാത്തിരിക്കുമായിരുന്നു. പിന്നെ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ പതുക്കനെ അതിനെ ടച്ച് ചെയ്യിച്ചു, തൊടിയിച്ചു. കുഴപ്പമില്ലാത്തതാണ് അമ്മ ഇങ്ങനെ തേങ്ങ അരയ്ക്കുന്നതാന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവന് മനസ്സിലായി, കുറച്ച് ശരിയായി. ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ ആൻഡ് ഫ്രീഡം ഫ്രം പ്രഷർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. യെസ് പ്ലീസ് ആരാ? Freedom from competition. In order not to interfere with the child's free selection of activity, there are no artificially pursued competitions, reward or punishment in Montessori classrooms. Such prizes and punishments are the instrument of slavery for the spirit. The prize and the punishment are incentives towards unnatural or forced effort, and therefore we certainly cannot speak of the natural development of the child in connection with them. The children's achievements are never associated from an adult's points of view and categorized by marks, points, and stars. The inner motivation of the child pursues him to work to the best of his ability, and the satisfaction of having done so is reward enough. അടുത്തത് വായിക്കണോ? Freedom from pressure. He is permitted to grow at his own rate and development. He does not require to match up to the hopes of others through the freedom given in a Montessori environment. The child has an unequal opportunity to reflect upon his own actions, to determine their after effect both for himself and for others, to test himself against the limits of reality, to learn what gives him a sense of accomplishment and what leaves him empty and dissatisfied, and to find out both his capabilities and his defects. The opportunity to develop self-knowledge is one of the most important results of freedom in a Montessori classroom. ഓക്കെ, സോ ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. ഈവൻ ദോ നമ്മൾ വീട്ടിലും അല്ലെ, നമ്മൾക്കിപ്പോ 2 കുട്ടി അല്ലെങ്കിൽ 3 കുട്ടി, ഒന്നിൽ കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു കമ്പാരിസൺ എന്നുള്ളത്, ഇപ്പൊ പാരന്റ്സിനാ നല്ലപോലെ അറിയാം, പഴയ പോലെയല്ല, അവരാരും ആ ഒരു കമ്പാരിസൺ പോകില്ല. അറിയാം ഓരോ കുട്ടിയും യുണീക്കാണ്. അപ്പൊ അവരെ അങ്ങനെ ഒരു മത്സര ബുദ്ധിയോടുകൂടിയല്ല മക്കളെ വളർത്തേണ്ടത് എന്നുള്ളത് പാരന്റ്സിനെല്ലാം ഇപ്പോൾ അറിയും. ഈ മോൻ സ്കൂളിൽ പഠിക്കാൻ നിർത്തി അവൻ ഇങ്ങനെ എല്ലാ സ്പോർട്സിലും ഇങ്ങനെ ചേരും. പക്ഷെ വലിയ ഫീലിങ്സ് ഒന്നുമില്ല, ജയിച്ചില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നും വലിയ ഫീലിങ്സ് ഒന്നുമില്ല. അവർക്ക് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പിൽ ഒരു സർട്ടിഫിക്കറ്റോ മെഡലോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടും വലിയ ഇത് കാണിക്കില്ല. കാരണം അതിങ്ങനെ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ബോധർ ചെയ്യുകയില്ല ആള്. അപ്പൊ അങ്ങനെ മക്കളാകുകയാണെങ്കിൽ നമ്മൾക്ക് ശരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ എന്റെ ക്ലാസ്സിലെ ബോയ്സിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ടെൻഷനാ മാർക്ക് കുറയുമ്പോൾ.
ഞങ്ങൾ ഗേൾസ് പക്ഷെ ഭയങ്കര കൂളായിരുന്നു. അവർക്ക് അതൊരു പ്രോബ്ലമേ അല്ല. മാർക്ക് എന്ത് വന്നാലും പിന്നെ ഇന്റേണൽ എക്സാമിനേഷൻസ് നടക്കുമ്പോൾ മാർക്ക് ഷീറ്റ് തരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ്. ഈ ബോയ്സിന്റെ ടെൻഷൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഇവരൊക്കെ എല്ലാരും പല പല സ്കൂളിൽ നിന്ന് ടോപ്പായിരിക്കും, അങ്ങനെ പഠിച്ചു വന്നവരായിരിക്കും കേട്ടോ മിക്കവാറും എല്ലാരും തന്നെ ക്ലാസ്സില്. അപ്പൊ ഇവര് വേറൊരാൾക്ക് അവർക്ക് നല്ല മാർക്കായിരിക്കും, അല്പം മാർക്ക് കൂടിയത് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ കാണാം. അങ്ങനത്തെ ഒരു പ്രോബ്ലം. നമുക്ക് ചെറിയൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് വേണം. ബിക്കോസ് നമ്മളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ പഠിക്കുക, നമ്മള് മാർക്ക് വാങ്ങുക എന്നുള്ളത്. അല്ലാതെ വേറൊരാൾക്ക് കിട്ടുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി. ആർക്കെങ്കിലും കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആവും. പക്ഷെ ഈ ബോയ്സിന്റെ മൊത്തത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, അവര് ഭയങ്കര ടെൻസ്ഡ് ആവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു പ്രഷർ ആയിരിക്കാം. ഒരു പക്ഷെ വീട്ടിൽ നിന്നുള്ള പ്രഷർ, സ്കൂളിൽ നിന്നുള്ള പ്രഷർ, എപ്പോഴും ഫസ്റ്റ് ആകണം എന്നുള്ള ആ ഒരു പ്രഷറിന്റെ ആയിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അതൊട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായില്ലായിരുന്നു. പെൺകുട്ടികൾ ആകെ 40 പേരില് 14 ഗേൾസേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മുഴുവൻ ബോയ്സ് ആയിരുന്നു. എല്ലാത്തിനും ഞാൻ ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. എല്ലാ എണ്ണവും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ചെറുപ്പം തുടങ്ങി അവരങ്ങനെ ഒരു കോമ്പറ്റീഷൻ, ഞാൻ രണ്ടും കൂടെ ചേർത്ത് പറയാം, പ്രഷർ, അതിന്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം. ആ ഒരു അത്രയും മെച്യൂർ ലെവലിൽ വന്നിട്ടും അവര് കാണിച്ചുകൊണ്ടിരുന്നു. നമുക്ക് അതുപോലെ തന്നെ പ്രൈസസ് ആൻഡ് പണിഷ്മെന്റ്, റിവാർഡ്സ്, ഇതൊന്നും മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു ചാൻസേ ഉണ്ടായിരുന്നില്ല. പണിഷ്മെന്റ് എന്ന് പറഞ്ഞതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്. പക്ഷെ മറിയം മോണ്ടിസോറി എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഈവിൾ ആയിട്ട് ബാഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ ഇടപെടണം. ആ ഈവിൾ എന്നുള്ളത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം മോണ്ടിസോറി എൻവയോൺമെന്റിൽ. നമ്മള് കണ്ടില്ല, കുട്ടിയല്ലേ, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് മറിയം മോണ്ടിസോറി പ്രത്യേകം അവരെഴുതിയിരിക്കുന്ന പലതിലും എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഇത് പ്രൈസസും പണിഷ്മെന്റ്സും അത് ആവശ്യമില്ല, അങ്ങനെ റിവാർഡ്സിന്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് നാച്ചുറൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും അതിന്റെ റിസൾട്ട് കിട്ടുന്നതും. നമ്മൾ പ്രൈസ്, പണിഷ്മെന്റ് അങ്ങനെയൊക്കെ ആവുമ്പോൾ അവരെ ഫോഴ്സ്ഫുള്ളി ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതായിട്ടും അൺനാച്ചുറൽ ആയിട്ടുള്ള റിസൾട്ട് വരും. പരീക്ഷയ്ക്ക് 90% മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. മേ ബി പ്രീവിയസ് സമയത്തെക്കാളും കൂടുതൽ മാർക്കായിരിക്കും. കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്ന് പറയുമ്പോഴേക്കും പാരന്റ്സ് ചോദിക്കുന്നത് ക്ലാസ് ഫസ്റ്റ് ആരാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊരു അതുപോലെ ആ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടെങ്കിൽ അവൾക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ അവൻ എത്ര കിട്ടി. അപ്പൊ തന്നെ കുഞ്ഞിന് എന്തൊരു വിഷമം ഉണ്ടാവുമായിരിക്കും. അവിടെ അപ്രീസിയേഷനേക്കാൾ മുമ്പ് ഇതാണ് അവിടെ കമ്പാരിസൺ. അത് നിനക്ക് അവനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങായിരുന്നില്ല, അല്ലെങ്കിൽ ബാക്കി മാർക്ക് എവിടെ പോയി, 90 കിട്ടി 10 മാർക്ക് എവിടെ പോയി, അല്ലെങ്കിൽ 98 കിട്ടി 2 മാർക്ക് എവിടെ കൊണ്ട് കളഞ്ഞു, ഇതാണ് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ അതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അവരവരുടെ നാച്ചുറൽ വേയിൽ എഫേർട്ട് എടുത്തു. അതേസമയം നമ്മൾക്കറിയാം നമ്മളുടെ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്നറിയാം. അവൻ എവിടെയെങ്കിലും ഒന്ന് ഉഴപ്പി മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് അവിടെ കുറഞ്ഞത്, കാരണം അവന് അതിനേക്കാൾ കൂടുതൽ കിട്ടാനുള്ള കാരണമുണ്ട്, എന്താണ് പറ്റിയതെന്ന് നമുക്ക് ചോദിക്കാം. സാരമില്ല, എന്താണ് പറ്റിയത്, അതൊക്കെ നമ്മളുടെ ഒരു വേ ഓഫ് അപ്രോച്ച് അത് തന്നെയാണ്. കുട്ടികൾക്ക് ഇതുപോലുള്ള റിവാർഡ്സും പണിഷ്മെന്റും പ്രൊവൈഡ് ചെയ്യരുതെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അത് അവരുടെ ഒരു ഫോഴ്സ്ഡ് എഫേർട്ടിലേക്ക് കൊണ്ടുപോകും. അൺനാച്ചുറൽ ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അതിനെ ഫോക്കസ് ചെയ്യും, അത് റിവാർഡ് കിട്ടണം അങ്ങനെ, അല്ലെങ്കിൽ പണിഷ്മെന്റ് പേടിച്ചിട്ട് അങ്ങനെ. പക്ഷെ അപ്രൈസൽ ആകാം എന്നൊരു പരിധി വരെ ആകാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അപ്രൈസ് ചെയ്യാം, യെസ് ഗുഡ്, വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വൺസ് നമ്മൾ അത് ചെയ്യുമ്പോൾ അത് മറ്റു കുട്ടികൾക്ക് ഫീലിങ്സ് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ചെറിയ ക്ലാസ്സിൽ പൊതുവെ ടീച്ചേഴ്സ് അത് ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെ അവര് നോക്കും, അപ്രൈസൽ എന്നുള്ള രീതിയിൽ നോക്കും. അല്ലാതെ ഇവനെ കണ്ടുപഠിക്കൂ ആ രീതിയിലുള്ള ഇതൊന്നും ആരും അറിയില്ല. പക്ഷെ അതേസമയം നമ്മുടെ ഹോൾ സ്കൂളിന്റെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ, അതിന് കുട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അസംബ്ലിയിലൊക്കെ വെച്ചിട്ട് അവർക്ക് അതിനുള്ള ഒരു റിവാർഡോ അല്ലെങ്കിൽ അവർ അപ്രീസിയേഷൻ ഒക്കെ കൊടുക്കും, അതൊക്കെ കുട്ടികൾ ആക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ. അതേസമയം കമ്പയർ ചെയ്യുമ്പോഴാണ് ഇവരാകെ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും. കുട്ടിയുടെ ബെസ്റ്റ് ഓഫ് എബിലിറ്റി കിട്ടണമെങ്കിൽ നാച്ചുറൽ ആയിട്ട് തന്നെ കുട്ടി എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ പ്രഷർ, നമുക്കറിയാം ഓരോ കുട്ടികളും യുണീക്കാണ്.
അവർ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പീഡ് ഉണ്ട്, ഒരു റേറ്റ്, ഒരു പേസ് ഉണ്ട് അവരുടെ ആ ഒരു ഡെവലപ്മെന്റിൽ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അവർ കുറേ സമയം എടുക്കുമായിരിക്കും. അവർ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അവരത് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അത് കാരണം അതിനുള്ളൊരു പെർമിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അവരുടെ ഓൺ റേറ്റിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഒരു അഡൾട്ടിന്റെ രീതിക്ക് അനുസരിച്ച് എനിക്കിത് പറ്റും നിനക്കെന്താ പറ്റാത്ത, അങ്ങനെയല്ല. അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഡെവലപ്മെന്റും കഴിഞ്ഞ് അതിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞു, ഇനി നമുക്ക് ബാക്കിയൊന്നുമില്ല. പക്ഷെ കുട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അവനോട് കിച്ചണിൽ നിന്നും ഒരു ബൗളിൽ അല്പം വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹി മേ ടേക്ക് ടൈം, അവൻ സമയം എടുക്കും. നമ്മളെ പോലെയല്ല എത്ര നേരമായി പറഞ്ഞിട്ട് കുറെ നേരമായല്ലോ അങ്ങനെയുള്ള കമന്റ്സ് അല്ല പറയേണ്ടത്. കാരണം അവനത് ബൗളെടുത്ത് അത് കറക്റ്റ് ആയിട്ട് ആ വെള്ളം എടുത്ത് സൂക്ഷിച്ച്, വെള്ളം സ്പിൽ ഔട്ട് ആവാതെ സൂക്ഷിച്ച് കൊണ്ടുവരാനൊക്കെ അവന് സമയമെടുക്കും. നമ്മളെ പോലെയല്ല. അപ്പൊ നമ്മളുടെ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അവർ വളരണം എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. ഗിവ് ദം ടൈം, അവർക്ക് ടൈം കൊടുക്കുക, പ്രഷറൈസ് ചെയ്യേണ്ടത്. ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ വേഗം ചെയ്യുക. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി മാറ്റങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ലാന്നില്ല. അവരെ സംബന്ധിച്ച് ടൈം ഇല്ല, 40 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 1-2 കുട്ടികൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്റ്റോപ്പ് റൈറ്റ് അങ്ങനെയുള്ള രീതിയിൽ വരും. അപ്പോൾ ആ ഒരു രീതിയല്ല, എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഓൺ പേസ്, അവരുടെ ഓൺ റേറ്റ്, അവരുടെ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള സമയം പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആകും, അവരുടെ എഫേർട്ട് കംപ്ലീറ്റ് മുഴുവൻ വരും, അവർ റിസൾട്ട് ഉണ്ടാകും, അവർ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ ഫ്രീഡം കൊടുക്കുമ്പോൾ സെൽഫ് നോളജ്, അതാണ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു പ്രോബ്ലം കൊടുക്കുന്നു ടീച്ചർ ക്ലാസ്സിൽ കുട്ടികൾക്ക്, ബോർഡിൽ എഴുതിയിടുന്നു പ്രോബ്ലം, കുട്ടി അത് നോക്കി പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ കുട്ടികൾ ആദ്യം ചെയ്തു കഴിഞ്ഞു, കുറെ കുട്ടികൾക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, പക്ഷെ അവർക്ക് സമയമെടുത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടുണ്ട്. ചില കുട്ടികൾ 4 കാറ്റഗറൈസ്, ചില കുട്ടികൾ ശ്രദ്ധിച്ചില്ല. അത് കുറച്ച് കുട്ടികൾ ചെയ്തെന്ന് കഴിഞ്ഞ് അവര് ഫിനിഷ് എന്ന് പറയുമ്പോഴേക്കും ടീച്ചർ ഓക്കെ സ്റ്റോപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് അങ്ങ് വൈറ്റ് ഔട്ട് ചെയ്യും. അപ്പൊ അവിടെ ഡെവലപ്മെന്റ് സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന 2ാമത്തെ കാറ്റഗറി, അതായത് അവർക്ക് അറിയാം ആൻസറിലേക്ക് എത്താൻ, അവരവിടെ ബ്ലോക്ക് ആവും. കൺഫ്യൂഷൻ വന്ന കുട്ടികൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല. ശ്രദ്ധിക്കാത്ത കുട്ടികളെ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നും നോക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സെൽഫ് നോളജ് അത് ആവില്ല, അതിലേക്ക് കുട്ടികൾ എത്തില്ല. അത് ഫ്രീഡം, മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം കൊടുക്കുമ്പോൾ ഉള്ളൊരു റിസൾട്ടാണ്, ഒരു ഫ്രൂട്ടാണ് ഈ സെൽഫ് നോളജിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം അറിയുമ്പോൾ, ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ നോളജ് ആക്കി വെക്കും. അങ്ങനെയാണ് നമ്മൾ അറിവ് സമ്പാദിക്കുന്നത് അല്ലേ. അപ്പൊ കുട്ടികൾക്ക് ചെറുപ്പം തുടങ്ങി ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് മെമ്മറൈസേഷൻ, മക്കപ്പ് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക, അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്ന് അവര് മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു 4th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ ഓൾമോസ്റ്റ് അങ്ങനെയല്ല പഠിക്കേണ്ടതെന്നുള്ള ആ ഒരു തോട്ട് അവർക്ക് കിട്ടും. ചെറിയ ക്ലാസ്സിൽ അവർ ബൈഹാർട്ട് ചെയ്ത് അങ്ങനെ പോകും. ചില കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാം, അത് പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഇയർ നമ്മളത് ഓർത്തിരിക്കണം, അപ്പൊ നമ്മൾ എന്തെങ്കിലുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അത് ഓർത്ത് വെക്കും. അല്ലാതെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഫോർ എക്സാമ്പിൾ ഓസ്മോസിസ് അല്ലെങ്കിൽ ഇവാപറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് അവർ ലൈഫ് ഉണ്ടാകും. അല്ലെ, അതൊരു നോളജ് ആയിട്ട് തന്നെ ഉണ്ടാവും, വേറൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് സ്ട്രക്ചർ ആൻഡ് ഓർഡർ. അത് മുഴുവൻ ആരെങ്കിലും റെഡി ചെയ്യാമോ? Structure and order. While structure and order seem counterintuitive to the freedom earlier mentioned, nothing could be farther from the truth. Structure and order in the Montessori classroom exactly reflect the sense of structure and order in the universe. By using the Montessori classroom environment as a microcosm of the universe, the child starts to internalize the order that surrounds him, thus making sense of the world in which he lives. Montessori stated that there is a sensitive period for order
which happens between the ages of 1 and 3 years of age. This is when the child sets on drawing conclusions of the world around him. If there is no order to his environment, the child's sense of reason may be off because he will not be able to approve his findings. Through order, children learn to trust the environment and learn to interact with it in a positive way. Only in an accurate and determined environment can a child categorize his perception and thus form an inner conceptual framework with which to understand and connect with his world. Through order, children are able to find materials of his selection. Their selection is further assisted in the environment by arranging material as per children, the probability of a complete cycle activity when using the material. No parts of the material should be missing. He should find all the pieces for the exercise he selects. It is necessary to understand that in pursuing to develop freedom, it should be clearly established that only destructive acts of the child should be limited. All the rest, every manifestation having useful scope, whatever it be, and under whatever form it expresses itself, must not only be permitted but must be observed by the teacher. So, structure and order. ഇത് സ്ട്രക്ചർ ആൻഡ് ഓർഡർ കൗണ്ടർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെൽഫ് ജനറേറ്റഡ് തന്നെ കുട്ടികളിൽ ഉണ്ടാകണം. അവര് നമ്മൾ കാണാം ചെറിയ കുട്ടികൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ സാധനങ്ങൾ എടുത്തു വെക്കുന്നതും അവര് എവിടെയെങ്കിലും പോയിട്ട് വന്നപ്പോൾ ഷൂ അഴിച്ച് ആ സ്റ്റാൻഡിൽ വെക്കുന്നതും സോക്സ് കൊണ്ടുപോയി വാഷ് ചെയ്യാൻ ഇടുന്നതും പിന്നെ ലഞ്ച് ബോക്സ് കൊണ്ടുപോയി വെക്കുന്നതും ബാഗ് കൊണ്ടുവയ്ക്കുന്നതും. ചില കുട്ടികൾ നേരെ തിരിച്ച് നമ്മൾ കാണാം, വന്ന വഴിയെ ഷൂ ലെഫ്റ്റിലേക്ക് പോവും, ഒരു ഷൂ റൈറ്റിലേക്ക് പോവും, സോക്സ് ഒരിടത്തേക്ക് ഊരിയിടും, ബാഗ് ഒരു ഭാഗത്തേക്ക് കൊണ്ടെറിയും, അങ്ങനെ ഓടിപ്പോയി ചിലപ്പോൾ ടി വി കാണാനോ അങ്ങനെ അല്ലെ. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ആൻഡ് ഓർഡർ ഇവർക്ക് സെൽഫ് ജനറേറ്റഡ് ആയിട്ട് വരണം എന്നാണ് പറയുന്നത്, കൗണ്ടർ ഇനിഷ്യേറ്റീവ്. പിന്നെ മറിയ മോണ്ടെസോറി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തത് തന്നെ ഈ ഒരു സ്ട്രക്ചർ ആൻഡ് ഓർഡർ കുട്ടികളിൽ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഈ മോണ്ടെസോറി എൻവയോൺമെന്റ് ഒരു മൈക്രോകോസം ആണ്. മൈക്രോകോസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈക്രോകോസം ഓഫ് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സിന്റെ ചെറിയൊരു മിനിയേച്ചർ വേർഷൻ, അതാണ് മൈക്രോകോസം എന്ന് പറയുന്നത്, മിനിയേച്ചർ വേർഷൻ ഓഫ് സംതിങ്. ഇവിടെ പുറത്തുള്ള ലോകത്തിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് മറിയ മോണ്ടിസോറി ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. കുട്ടികൾ പിങ്ക് ടവർ കാണുന്നുണ്ട് അല്ലെ, റൗണ്ട് സ്റ്റെയർസ് കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ വലിയ മോഡൽസ് ഇവരുടെ ഈ എൻവയോൺമെന്റിൽ നിന്നും പുറം ലോകത്തേക്ക് ചെല്ലുമ്പോൾ ഇവര് കാണും. ഇവർക്കൊന്നും ഒരു അപരിചിതത്വം ഇല്ല, എല്ലാം അവർ കാണുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഓർഡർ അറിയാം, പിങ്ക് ടവർ സ്റ്റാക്ക് ചെയ്യുന്ന ഓർഡർ അറിയാം, റൗണ്ട് സ്റ്റെയർസ്. അപ്പൊ ഒരു സ്റ്റെയർ കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് അറിയാം, കാരണം ഓൾറെഡി അവർ അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ കണ്ടിട്ടുണ്ട്. പിന്നെ ജോമെട്രിക്കൽ സോളിഡ്സ്, അതിൽ പല ഷേപ്സ് അവർ കണ്ടിട്ടുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പല ഷേപ്പിലുള്ളതുമായിട്ട് അവർ കണക്ട് ചെയ്യും. അവർക്കൊന്നും പുതിയതല്ല, എല്ലാം അവര് കണ്ട് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്ഫിയർ കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാം. ഈ ഗ്ലോബും ഉണ്ടാകും, അവരുടെ സയൻസ് ഏരിയ ജോഗ്രഫി ഏരിയയിൽ ഗ്ലോബും ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ളതെല്ലാം അവർ പുറത്തെ ലോകത്ത് അവർ പലതും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മിനിയേച്ചർ യൂണിവേഴ്സ് ആണ് ഈ മോണ്ടിസോറി എൻവയോൺമെന്റ്. വാട്ടർ പ്ലേ ഏരിയ ഉണ്ട്, മണ്ണിൽ കളിക്കുക, ചെടികൾ നടുന്നത്, വളരുന്നത്, പെറ്റ്സ്, അതെല്ലാം അവർ കാണുന്നുണ്ട്. പുറത്ത് പോകുമ്പോഴും അവർ ഇതേ കാഴ്ചകൾ തന്നെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്ത് കാണുന്നുണ്ടാകും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരുടെ ഉള്ളിൽ ഒരു സെൻസ് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഈ ഒരു ടവർ കണ്ടു കഴിഞ്ഞാൽ ടവറിന്റെ ഏറ്റവും പീക്കിലുള്ള ഭാഗം അത് ആണ് പോയിന്റഡ് ആയിട്ട് വരുന്നത്. അത് ഏറ്റവും അവിടെ ഏരിയ കുറവായിരിക്കും, താഴേക്ക് വരുന്നതോറും അതിങ്ങനെ വലുതായി വരുന്നു. ആ ഒരു കൺസെപ്റ്റ് എല്ലാം അവരുടെ ഉള്ളിലുണ്ട്. പിന്നെ ചെടി വളരുമ്പോൾ ചെടിയെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതെല്ലാം അവർക്ക്. അങ്ങനെ ഒരു കുട്ടിയുടെ മനസ്സിലപ്പോ ഈ 3 to 6 ഇയറിൽ ആ ഒരു എൻവയോൺമെന്റിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടിക്ക് അറിയാം ഓരോന്നിന്റെയും ഓർഡർ എങ്ങനെയാണ്. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോഴും ആ കുട്ടിക്ക് അറിയാം ഓരോന്നിന്റെയും ഓർഡർ എങ്ങനെയാണെന്നുള്ളത്.
ഇത് എൻവയോൺമെന്റിൽ നിന്നും ഇതെല്ലാം ഇവനിങ്ങനെ അബ്സോർവ് ചെയ്യുക. അവൻ ആ സറൗണ്ടിങ്സിൽ നിന്നും എല്ലാം അബ്സോർവ് ചെയ്ത് അവൻ ആ വേൾഡിനെ കുറിച്ച്, അവൻ ജീവിക്കുന്ന വേൾഡിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുക. ഈ ഒരു പ്രായം സെൻസിറ്റീവ് പീരീഡും ആണെന്ന് നമ്മൾക്കറിയാം. അവർ എൻവയോൺമെന്റുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആകും. അവർക്ക് പുറത്തേക്ക് പോകാനും കാര്യങ്ങൾ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളില് സാർ ഒരു കൂടുതൽ ടൈമും കുട്ടികളെ പുറത്തു കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ അതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും സ്പേഷ്യസ് ആയിരുന്നു. നിറയെ മരങ്ങളും ചെടികളും എല്ലാം ഉണ്ടായിരുന്നു. വെള്ളത്തിൽ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, മണ്ണിൽ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ചെടി നടാനുള്ള ഓപ്ഷൻ, അങ്ങനെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും അവരെ ആ ഒരു എൻവയോൺമെന്റിന്റെ അതിനകത്ത് തന്നെ ഇരുത്താതെ പുറത്ത് ഒരു സെഷൻ ഔട്ട്സൈഡ് തന്നെയായിരുന്നു, ഔട്ട്ഡോറിലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിലാണ് കുട്ടികൾക്ക് അവരുടെ ആ ഒരു അവരുടെ പെർസെപ്ഷൻ, അവർ കാണുന്ന കാഴ്ചകളെല്ലാം അവർക്ക് മനസ്സിലാക്കാനും അതിനെ കാറ്റഗറൈസ് ചെയ്യാനും അവർക്ക് പറ്റും. ആ ഒരു ഇപ്പൊ വാട്ടറിന്റെ ഇമ്പോർട്ടൻസും എല്ലാം അവർ മനസ്സിലാക്കും. ആ ഒരു എൻവയോൺമെന്റിൽ വാട്ടർ അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം മനസ്സിലാക്കും. ഇത് തന്നെയായിരിക്കും അവർ വീട്ടിൽ ചെന്ന് അവരത് ചെയ്യുന്നത്. അങ്ങനെ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ കുട്ടി പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് ആണ്, വേൾഡുമായിട്ട് പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആകും. അതേസമയം നമ്മൾ പുറത്ത് വിടാതെ വീടിനകത്ത് തന്നെ അടച്ചു വെച്ച് വളർത്തുന്ന കുട്ടികൾക്ക് പലതും പുതിയ പുതിയ കാഴ്ചകളായിരിക്കും. ഞാനതൊരു മൂവിയിൽ കണ്ടിരുന്നു, നിങ്ങളുടെ ഇടയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സർക്കിട്ട് എന്ന് പറഞ്ഞ മൂവിയിൽ ADHD ഉള്ള ഒരു കുട്ടിയെ പാരന്റ്സ് ജോലിക്ക് പോകുമ്പോൾ കുട്ടിയെ റൂമിനകത്ത് അടച്ച് ഇടും, ലോക്ക് ചെയ്തിടും. അപ്പം കുട്ടി പാരന്റ്സിനെ കാണുന്നത് തന്നെ റെയറാണ്. പുറം ലോകം അറിയില്ല, കുട്ടി സ്കൈ കണ്ടിട്ടില്ല, സ്റ്റാർസിനെ കണ്ടിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ഇതില് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടി പുറത്തു പോകുന്നതും അവൻ ബലൂൺ കാണുന്നതും ആകാശം കാണുന്നതും ബീച്ച് കാണുന്നതും അങ്ങനെ കുറേ നടക്കുന്നതൊക്കെ ഇങ്ങനെ കാണാം. നക്ഷത്രങ്ങൾ കാണുന്നതും ഒക്കെ ഇങ്ങനെ കാണാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ വേൾഡുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി അത് തന്നെയാണ്. നമ്മളും കുട്ടികളെ പുറത്തു കൊണ്ടുപോകാറുണ്ടല്ലേ. നമുക്കറിയാം പുറത്തു പോകുമ്പോൾ അവരിലെ പല പ്രശ്നങ്ങളും മീൻസ് അവർ ഒത്തിരി ചിലപ്പോ അല്ലെങ്കിൽ ഉൾവലിഞ്ഞു പോയിട്ടുള്ളതൊക്കെ അവർക്ക് മാറും. അവർ എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർ നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സ്കൂൾ ഗോയിങ് ഇനീഷ്യലി ഉള്ള സ്കൂൾ ടൈമൊന്നും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതില്ല. പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിറയെ മെറ്റീരിയൽസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ ഈ മെറ്റീരിയൽസ് ഇവർക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ അവർക്ക് അതിന്റെ ഓർഡർ മനസ്സിലാകും. ഇപ്പോ പിങ്ക് ടവറിന്റെ ആ ഓർഡർ അവർക്ക് അറിയാനായിട്ട് പറ്റും. എങ്ങനെയാ സ്നാക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും ചെറുത് താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വലുത് വരുമ്പോൾ അതിന്റെ ബാലൻസ് തെറ്റുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതെല്ലാം ഓർഡർ എന്നുള്ളത്. ഇതെല്ലാം ആ ഒരു മെറ്റീരിയൽസിന്റെയും കൂടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതാണ് അവരെ ഓർഡർ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മെറ്റീരിയൽസ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യുന്നതും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കണം. കാരണം അവർക്കത് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് അപ്പൊ തിരിച്ചവരെ കൊണ്ടുപോയി വയ്ക്കുന്നതും ആ ഒരു അവരവിടെ നിന്ന് എടുത്ത അതേ രീതിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ മെറ്റീരിയൽസിന്റെ ഒരു പാർട്സും മിസ്സാകാതെ നോക്കണം. എല്ലാം അവിടെ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ എല്ലാം കൊണ്ടുപോയി എക്സസൈസ് ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം അവിടെ തിരിച്ച് അതുപോലെ തന്നെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഫ്രീഡം കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ. ആ ഒരു ഇൻഡിപെൻഡന്റ് ആകുന്ന കൂടുതൽ കുട്ടി ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് തുടങ്ങും. കുട്ടിയിൽ നിന്നും ഡിസ്ട്രക്റ്റീവ് ആക്ഷൻസ്, നശിപ്പിച്ച് കളയുന്നവരെല്ലാം വലിച്ചെറിയുന്ന അങ്ങനെ ശീലമൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം മാറി അവരത് കെയർ ചെയ്യാനായിട്ട്. പിന്നെ എല്ലാത്തിനെ കുറിച്ചും ഒരു ക്ലാരിറ്റി, ഒരു മാനിഫെസ്റ്റേഷൻ, ക്ലിയർ അപ്പിയറൻസ് കുട്ടികൾക്ക് കിട്ടും. എന്തെല്ലാമാണോ അതെല്ലാം അവൻ നല്ല രീതിയിൽ തന്നെ ഈ മെറ്റീരിയൽസ് വെച്ചിട്ട് ആക്ടിവിറ്റി ചെയ്ത് അത് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ, പെർമിറ്റ് ചെയ്യുമ്പോഴാണ് അവൻ അവന്റെ ഉള്ളിലുള്ള കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ എടുത്ത് ഈ എഫേർട്ട് എടുത്ത് അത് നല്ല രീതിയിൽ ചെയ്യുന്നത്. അത് ആസ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ നമ്മളത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കും. ഓക്കെ, ഇനി റിയാലിറ്റി ആൻഡ് നേച്ചർ. മറിയ മോണ്ടിസോറിക്ക് നേച്ചറുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ, നേച്ചറാണ് കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നതാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പിന്നെ റിയാലിറ്റി, ഫാന്റസിയുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യരുതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ റിയാലിറ്റി ആൻഡ് നേച്ചർ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? യെസ് പ്ലീസ്.
Yes. Reality and nature. Montessori had a wide respect and veneration for nature. She believed that we should use nature to inspire children. She continually suggested Montessori had a wide respect and veneration for nature. She believed ലാഗായി പോയി തോന്നുന്നു അല്ലെ? ലാഗിങ്ങിനെ ഇറങ്ങി കേട്ട് കാണില്ല ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ പ്ലീസ് വായിച്ചു. ആരാന്ന് വെച്ചാൽ സ്നേഹ റീഡ് ചെയ്യണ്ടെങ്കിൽ റീഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. ചിലപ്പം തന്നെ ഇരുന്ന് വായിച്ചതായിരിക്കും, മ്യൂട്ട് ഓൺ ആയി പോയതായിരിക്കും, അറിയില്ല. അല്ലെങ്കിൽ ലാഗ് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ചേച്ചി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ടെസ്സി ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കൂ. പിന്നെ ആരായിരുന്നു പേരെന്താ? ജിതിൻ ആണ്. സ്നേഹ. അതെ, സ്നേഹ വായിക്കൂ കേട്ടോ സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ ടെസ്സി പ്ലീസ്. Okay. Montessori had a wide respect and veneration for nature. She believed that we should use nature to inspire children. She continually suggested that Montessori teachers take the children out into nature rather than keeping them restricted in the classroom. This is why natural materials are preferred in the prepared surroundings. Real wood, reeds, bamboo, metal, cotton, and glass are preferred to synthetics or plastics. So the Montessori environment is based on reality and nature. The child must have the opportunity to internalize the limits of nature and reality if he is to be free from his fantasy and illusion, both physical and psychological. Only in this way can he develop self-discipline and security, the necessity to explore his external and internal worlds and to become an active and grateful observer of life. Okay, Sneha, please continue. Okay. The Montessori materials are based on the concept of reality. Real glasses are used for juice and knives for cutting fruits and vegetables. One piece of each types of equipments will be there in a Montessori classroom. Because children do not have an alternative, they learn to wait for their turn. According to Maria Montessori, man belongs to nature, and especially so when he is a child, he must draw form in the process necessary to the development of the body and of the spirit. She believed that the children must originally be given contact to nature through the care of the plants and animals. Both the inner and outer environment must be alive with growing things of all kinds that are cared for by children. There should be low microscopes and simple experiments for children to perform. Thank you. Okay, so reality and nature. Maria Montessori ഒരു വൈഡ് റെസ്പെക്ട്, വെനറേഷൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് പ്രൊഫൗണ്ട്, വളരെ ഭയങ്കര തീവ്രമായ റെസ്പെക്ട് ഉണ്ടായിരുന്നു നേച്ചറിനോട്. അവർ പറയുന്നത് എല്ലായ്പ്പോഴും നേച്ചറാണ് കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ഞാൻ എല്ലാ ബാച്ചിനും ചോദിക്കാറുണ്ട്. അക്കോർഡിംഗ് ടു ഡോക്ടർ മറിയ മോണ്ടിസോറി, ഡാഷ് ഇൻസ്പയർ ദ ചിൽഡ്രൻ. നമുക്കറിയാം കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന പല ഫാക്ടേഴ്സും അവരുടെ ചുറ്റുമുണ്ട്. പാരന്റ്സ് ഇൻസ്പയർ ചെയ്യാം, സിബ്ലിങ്സ് ഇൻസ്പയർ ചെയ്യാം, പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഇൻസ്പയർ ചെയ്യാം, ടീച്ചേഴ്സ് ഇൻസ്പയർ ചെയ്യാം. പക്ഷെ ഓൾവേസ് ഇൻസ്പയർ ചെയ്യുന്നത് എല്ലാ കുട്ടികളെയും പാരന്റ്സ് ഇൻസ്പയർ ചെയ്യണമെന്നില്ല, സിബ്ലിങ്സ് ഇൻസ്പയർ ചെയ്യണമെന്നില്ല. ചിലർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ലായിരിക്കും. ടീച്ചേഴ്സ് ഇൻസ്പയർ ചെയ്യണമെന്നില്ല, പിയർ ഗ്രൂപ്പ് ഇൻസ്പയർ ചെയ്യണമെന്നില്ല. അതേസമയം നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ഉള്ളത്, ഏതൊരു പ്രായത്തില്. ഇപ്പൊ അത് കൂടിക്കൂടി വരുമെന്ന് തോന്നുന്നു ആളുകൾക്ക്. യാത്രകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കൂലേ, ചെറിയ യാത്രകളാണെങ്കിലും വലിയ യാത്രകളാണെങ്കിലും ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും. ഒരു എക്സ്പ്ലോറേഷൻ, ആ ഒരു ടെൻഡൻസി ചെറുപ്പം തുടങ്ങിയുണ്ട് ആളുകളിൽ. കുട്ടികൾക്കും പുറത്തു പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ, അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് അവർ പുറത്തു പോകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നേച്ചർ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നു, കുട്ടികളെ മാത്രമല്ല എല്ലാരെയും ഇൻസ്പയർ ചെയ്യും. നമുക്ക് ചെറിയൊരു കാട് പോലുള്ള സ്ഥലത്തൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ആകെ റിലാക്സ്ഡ് ആവൂലേ, ഭയങ്കര ഒരു സന്തോഷം. ചെറിയൊരു നടത്തമൊക്കെ ആവുമ്പോഴേക്കും
അവിടെ ഒരു പുഴയും കൂടെ കാണുവാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആകും. കാലൊന്നും നനയ്ക്കാതെങ്കിലും നമ്മൾ അവിടുന്ന് പോവില്ല. അപ്പൊ അതുകൊണ്ട് ഈ നേച്ചർ എപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്യും. അപ്പൊ അത് അവർക്ക് നേച്ചറുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ എപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോകണം, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. അവരെ അകത്ത് ഒരു റെസ്ട്രിക്റ്റഡ് ക്ലാസ് റൂമിനകത്ത് അടച്ചിരുത്തുന്നതിനേക്കാളും എപ്പോഴും പുറത്തേക്ക് കൊണ്ടുവരണം. പണ്ടത്തെ ഒരു ഗുരുകുല സമ്പ്രദായം അങ്ങനെയായിരുന്നു അല്ലെ, കുട്ടികൾ ഇതുപോലെ മരത്തിന്റെ ചുവട്ടിലും അങ്ങനെയൊക്കെ ഇരുന്നൊക്കെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്, നാച്ചുറൽ ആയിട്ടുള്ള കൂടുതലും വുഡിന്റെ മെറ്റീരിയൽസ് ആണ് കൂടുതലുള്ള. മെറ്റൽ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. വുഡൻ മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. റിയൽ വുഡ്, റീഡ്സ്, ബാംബു, ഈ പറയുന്ന വുഡൊക്കെ ഈ പൊള്ളയായ ഹോളോ ആയിട്ടുള്ളതാണ്. ഈ റീഡും ബാമ്പു ഉള്ളത് നമുക്കറിയാം. അപ്പൊ അതെല്ലാമാണ് യൂസ് ചെയ്യുന്നത്. നല്ല ബലമാണ് ശരിക്കും. നമ്മൾ വിചാരിക്കും മുളയൊക്കെ അങ്ങനെ ബലമുണ്ട്, എത്ര കാറ്റ് വന്നാലും ഇത് ഇങ്ങനെ കിടന്ന് ആടുന്നല്ലാതെ ഒടിഞ്ഞ് തകർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ മുള. അത് മാത്രമല്ല, ആളുകൾ മുളയിൽ ഇങ്ങനെ കുക്ക് ചെയ്യും. തീ കത്തിയാലും നല്ല മൂത്ത മുളയുടെ പോർഷൻ അവരിങ്ങനെ എടുത്തിട്ട് മോൾ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കും, സെമി സിലിണ്ടർ പോലെ അങ്ങനെ ആക്കിയെടുക്കും. എന്നിട്ട് അതിനകത്ത് കുക്ക് ചെയ്യും ആളുകൾ. അപ്പൊ അത്രയ്ക്ക് ബലമുള്ളതാണ് മുളയ്ക്കൊക്കെ. അപ്പൊ ഇത് വെച്ചിട്ടാണ് പല മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വന്ന മെറ്റീരിയൽസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെല്ലാം ഒറിജിനൽ മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ് വരുത്തിയിട്ടുള്ളത്. മെറ്റീരിയൽസ് ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാകും. അപ്പൊ അങ്ങനെയുള്ള വുഡ് കൊണ്ടും മെറ്റൽ, കോട്ടൺ, പിന്നെ ഫാബ്രിക്കുകളും ഉണ്ട് നമുക്ക്. ഡ്രസ്സിംഗ് ഫ്രെയിംസും അതുപോലെ തന്നെ ടച്ച് ഫാബ്രിക്കും ഉണ്ട്. തുണികൾ അതും നാച്ചുറൽ ഫൈബർ ആയിട്ടുള്ള തുണികൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക്, അങ്ങനെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നത് വെച്ചിട്ടുള്ളതാണ് ഈ എല്ലാ മെറ്റീരിയൽസും. ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. സിന്തറ്റിക്കും പ്ലാസ്റ്റിക്കും പ്രിഫർ ചെയ്യുന്നേയില്ല. മോണ്ടിസോറി എൻവയോൺമെന്റ് റിയാലിറ്റിയും നേച്ചറുമായിട്ട് ബേസ്ഡ് ആണ്. റിയാലിറ്റി ഓറിയന്റഡും നേച്ചർ ബേസ്ഡുമാണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. ഇതും എക്സാമിന് ഞാൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. മോണ്ടിസോറി എൻവയോൺമെന്റ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് എന്ന് ചോദിക്കാം. റിയാലിറ്റി ഉണ്ട്, നേച്ചറുമായിട്ടും ബേസ്ഡ് ആണ്. അപ്പൊ നേച്ചർ, റിയാലിറ്റി, അതിനെ പറ്റിയുള്ളൊരു ഐഡിയ കുട്ടികൾക്ക് കിട്ടും. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കിട്ടുവാണ്. അതേസമയം ഒരു പ്ലാസ്റ്റിക് ടോയ്സ് കൊണ്ട് തന്നെയാണ് കളിക്കുന്നതെങ്കിൽ അത് ചില പ്ലാസ്റ്റിക്കുകൾ ഹാംഫുൾ ആണല്ലേ. നമ്മള് വെർജിൻ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ കുറച്ച് അത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ റീയൂസ് ചെയ്ത് അങ്ങനെ എടുത്ത പ്ലാസ്റ്റിക്കുകളൊക്കെ ചിലപ്പോൾ കുട്ടികൾ ചെറിയ പ്രായമൊക്കെ ആണെങ്കിൽ അവർ വായിൽ വെക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ പ്ലാസ്റ്റിക്കുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കും സിന്തറ്റിക് ആയിട്ടുള്ള ഒന്നും മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇല്ല. ഈ കുട്ടികളുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും എല്ലാം ഇങ്ങനെ സ്റ്റീലിന്റെ കൊടുത്തു വിടുന്നൊക്കെ പറഞ്ഞു. ഒരു പ്രാവശ്യം ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് അങ്ങനെയുള്ളതിൽ കൊടുത്തു വിടണമെന്നൊക്കെ. ഫാന്റസി, അതായത് ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് ഇവരെ കണക്ട് ചെയ്യരുത്, ഫാന്റസിയുമായിട്ട് കണക്ട് ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പൊ മറിയ മോണ്ടിസോറി എപ്പോഴും പറയും കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കണം, ഫാന്റസിയുമായിട്ട് കണക്റ്റഡ് ആക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ ചെറുപ്പകാലത്ത് ഫാന്റസി സ്റ്റോറീസ് കുറെ കേട്ടിട്ടുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ ആലീസ് ഇൻ വണ്ടർലാൻഡ്, ഞാനത് വായിച്ചിട്ടുമുണ്ട്. ഞാൻ വായിച്ചത് വളരെ ചെറുപ്പത്തിലാണ്, സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അതിന്റെ മൂവി റീസെന്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടത്. പക്ഷെ ആ വായിക്കുന്ന സമയത്ത് മൂവിയെക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് വായന സമയമായിരുന്നു കേട്ടോ. കാരണം അന്ന് ഏജ് അത്രയേ ഉള്ളൂ. അപ്പോ മൂവി കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് നോട്ട് റിയൽ, ഇത് റിയൽ അല്ല, ചുമ്മാ ഒരു ഫാന്റസി ആണെന്നുള്ളത് അറിയാം. പക്ഷെ വായിക്കുന്ന സമയത്ത് ശരിക്കും ആലീസിന്റെ കൂടെ യാത്ര ചെയ്ത പോലൊരു ഫീലായിരുന്നു. നമ്മളും ആ സ്ഥലത്ത് പോകുന്നു, ആ ഒരു കൊട്ടാരത്തിൽ പോകുന്നത് നമ്മുടെ അടുത്ത് അവർ നിൽക്കുന്നതായിട്ടൊക്കെ ഒരു ഫീൽ. അപ്പൊ നമ്മൾ ശരിക്കും അത് വായിച്ച സമയത്ത് ആ ഒരു ഫാന്റസി വേൾഡിനകത്ത് അകപ്പെട്ടതുപോലെയാണ്. അപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് അങ്ങനെ ഫാന്റസിയിലേക്ക് കുട്ടികളെ കണക്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഈസിലി നമ്മൾ ആ ഒരു വേൾഡിൽ നിന്നൊക്കെ നമ്മൾ അന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം ഒരുപക്ഷെ അന്ന് ഡിജിറ്റൽ വേൾഡ് ഇത്രയും ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ പിന്നെ ഫർദർ നമ്മളുടെ കളികളൊക്കെ ആയിരുന്നു അല്ലെ, ഗ്രൂപ്പ് പ്ലേ ഒക്കെ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികള് ഫാന്റസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു ഫാന്റസി തന്നെ ആയി പോകുന്നു എന്നുണ്ട്. അപ്പൊ മറിയ മോണ്ടിസോറി ഇത് 19th സെഞ്ചുറിയിലാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഏതോ ഒരു ക്ലാസ്സിലൊരു ട്രെയിനി പറഞ്ഞു, ഈ ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ പൊതുവെ കുട്ടികളെ ഒരു പ്രായമാകുമ്പോഴേക്കും ഒറ്റയ്ക്ക്
ഒറ്റയ്ക്ക് കിടത്തുക, ഒറ്റയ്ക്ക് ഒരു റൂമില്, ചിലപ്പോൾ അവർ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ചില സമയത്ത് ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർക്ക് കൂടുതലും അവര് ഫാന്റസിയുമായിട്ട് ഇവിടെ കണക്റ്റഡ് ആകുന്നതുകൊണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലി മെമ്പേഴ്സ് കൂടുതലായിരിക്കും, വീട്ടിലെപ്പോഴും ആരെങ്കിലും ഒക്കെ കാണും. അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ റിയാലിറ്റിയുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം മറിയാം മോണ്ടിസോറി അന്ന് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞെന്ന് ട്രെയിനി പറയണ്ടായിരുന്നു. നല്ലൊരു ഒബ്സർവേഷൻ ആയിരുന്നു അത്. ഓക്കെ, അപ്പൊ നേച്ചറും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം എന്ന് തന്നെയാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി മെറ്റീരിയൽസും ഈ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നേച്ചർ മീൻസ് റിയാലിറ്റിയുള്ള കൺസെപ്റ്റ്. റിയൽ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട് ജ്യൂസ് എടുക്കാനും, പിന്നെ കത്തി ഉപയോഗിക്കുന്നുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കട്ട് ചെയ്യാൻ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവിഷായിട്ട് എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്ത് തന്നെയായാലും ഇപ്പൊ നൈഫൊക്കെ തന്നെയാണെങ്കിലും ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ കുട്ടികൾ വളരെ കാം ആൻഡ് പേഷ്യൻസോട് കൂടി അവരുടെ ടേൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യും. തൊട്ട് മുന്നിലുള്ള ആള് അത് മുഴുവനും അവരുടെ ആ ആക്ടിവിറ്റി, ഇപ്പൊ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ കൊടുത്തു എന്ന് വിചാരിച്ചു, കട്ട് ചെയ്ത് കഴിയുന്നവരെയും എന്റെ ടേൺ ആവുന്നവരെയും കുട്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ലാവിഷായിട്ട് ഇപ്പൊ 10 കുട്ടികൾ ഉണ്ടെങ്കിൽ അത് ലാവിഷായിട്ട് 10 പീസും പ്രൊവൈഡ് ചെയ്യരുത് എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. ചിലപ്പോൾ പിങ്ക് ടവർ ഒക്കെ 2 സെറ്റ് കാണുമായിരിക്കും, അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ബ്രൗൺ സ്റ്റേഴ്സ് 2 സെറ്റ്, അങ്ങനെ. അല്ലാതെ എത്ര കുട്ടികളുണ്ടോ അത്രയും മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യില്ല. ഷെയറിങ്, അതുപോലെ തന്നെ ഒരാൾ ചെയ്ത് കഴിയുന്നവരെയും ക്ഷമയോടെ ആ ഒരു പേഷ്യൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യും. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ മാൻ ബിലോങ്സ് ടു നേച്ചർ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തന്നെയാണ്. നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് പറയാത്തതായിട്ട് ആരുമില്ല. അപ്പൊ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് നമ്മളൊരു പക്ഷെ അങ്ങനെ ആ ഒരു ഫ്രെയിമിനകത്തായി പോകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോവുക, നമുക്ക് പറ്റുന്ന ഇടങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കാനോ, അല്ലെങ്കിൽ അടുത്തൊരു പാർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചർച്ചിലോ അമ്പലത്തിലോ അങ്ങനെയൊക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. കുട്ടിയും കൊണ്ടൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതൊരാളുടെ ബോഡി ആൻഡ് സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മൈൻഡ് ആൻഡ് ബോഡിയാണ് കേട്ടോ. മൈൻഡിന്റെ ഡെവലപ്മെന്റിനും ബോഡിയുടെ ആ ഒരു ഗ്രോത്തിനും വളരെ നല്ലത് തന്നെയാണ്. നേച്ചറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പ്ലാന്റ്സ് അനിമൽസിനെയൊക്കെ കെയർ ചെയ്യാനായിട്ട് അവർ കൂടുതൽ താല്പര്യം കാണിക്കും. അതുപോലെ തന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഇൻഡോർ ഔട്ട്ഡോർ എൻവയോൺമെന്റ് വളരെ ലൈവായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. അവിടെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ സയൻസ് ജോഗ്രഫി ഏരിയയിലെ ലൂപ്പ്, അതായത് മാഗ്നിഫൈങ് ഗ്ലാസ്സിൽ വലുതായിട്ട് കാണാനുള്ള ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, മാഗ്നിഫൈങ് ഗ്ലാസ്, മൈക്രോസ്കോപ്പ്, അങ്ങനെ കൊച്ചു കൊച്ചു എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഇത് ഒക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ക്യൂരിയസ് മൈൻഡാണ്, അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും, ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ പാർട്ടിലേക്ക് വരികയാണ്, മോണ്ടിസോറി മെറ്റീരിയൽസിലേക്ക് വരും. അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി ഒന്നുമില്ല, ആ ഒരു എൻവയോൺമെന്റ് വളരെ സിമ്പിൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല ഡിസൈനിലും നല്ല ക്വാളിറ്റിയോടും കൂടിയായിരിക്കും വെച്ചിരിക്കുന്നത്. കളറ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറായിരിക്കും ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് യൂസ് ചെയ്യുന്നത്. ആ എൻവയോൺമെന്റിന്റെ ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ റിലാക്സിങ്, വാം, അങ്ങനെ ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാൻ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് വായിച്ചിട്ട് വരൂ. മെറ്റീരിയൽസിനെ പറ്റി നല്ലതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ അത് എളുപ്പമായിരിക്കും. പ്രാക്ടിക്കൽ ക്ലാസ് ഓൺലൈൻ ആയിട്ട് എപ്പോഴാണ് ഉണ്ടാവുക? ഞാൻ അത് 10th മുമ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കണം. പറയാം, കാരണം ഈ ആഴ്ച കുറച്ച് നമ്മുടെ ഈ പ്രാക്ടിക്കൽസിന്റെ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് വീക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അല്ല ടീച്ചർ, അവിടെ വന്ന് ചെയ്യുന്നത് ഏത് ദിവസമാണ്? അത് സാറ്റർഡേ ആണ്. അത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് മാമിനോട് കൂടെ ഒന്ന് സംസാരിക്കട്ടെ. സാർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, കാരണം 10ാം തീയതിയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ വേറൊരു കോഴ്സിന്റെ കോൺവെക്കേഷൻ നടക്കുന്ന ദിവസമാണ്. കുട്ടികൾ കുറവായതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കൽ നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. മാഡത്തിനോട് കൂടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും അതിന്റെ കൺഫർമേഷൻ തരും. പൊതുവെ അങ്ങനെ നേരിട്ട് വരുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് സെഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് ഓൾറെഡി സെഷൻ കിട്ടിയതാണ്, എന്നാലും വേണമെന്ന് ഒരു റിക്വസ്റ്റ് വന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, Ma'am, sign out. Thank you, Disha ma'am, for today's class. It was very informative and helpful. A special thanks to the MT12 batch for joining and participating
in today's class with us. We truly appreciate your presence and support. With gratitude to everyone, I am signing out now. See you in the next class. Thank you. Thank you, ma'am. Advance Happy New Year. Thank you, ma'am. Happy New Year. Advance. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. മറന്നുപോയി. ക്ലാസ് Yeah, ma'am. പുറത്തതായിരുന്നു. ഇനി അടുത്ത കൊല്ലം കാണാം മാം. Yes, yes.